അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. NCERT സിലബസിലെ 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 8ാമത്തെ ചാപ്റ്ററായ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിലകൊള്ളുന്നത് അല്ലേ. അതിലിപ്പോൾ 6 പാർട്ട് കഴിഞ്ഞു, 7ാമത്തെ പാർട്ടാണെന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ്, അതായത് ക്വാണ്ടിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അതിന് പല മെത്തേഡുകളുണ്ട് നമ്മൾ പറഞ്ഞു. അതായത് ഫ്രാക്ഷൻ ഉണ്ട്, റേഷ്യോ ഉണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അതുമാത്രമല്ല നമുക്ക് പെർസെൻറ്റേജ്, അത് മുഖേനയും നമുക്ക് എന്തെങ്കിലും കഴിയും ക്വാണ്ടിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ചു. എന്നിട്ട് എന്താണ് പെർസെൻറ്റേജ്? അത് 100 വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടെത്താം, ഈ 100 വസ്തുക്കളില്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടെത്താം എന്നും നമ്മൾ പഠിച്ചു. പിന്നെ അതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, പെർസെൻറ്റേജിൻ്റെ കുറച്ച് ഉപകാരങ്ങളും, ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എത്ര ആളുകളാണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ പെർസെൻറ്റേജിൻ്റെ സമയം അത് പഠിച്ച സമയത്ത് തന്നെ നിങ്ങൾ ഒരു പെർസെൻറ്റേജ് കിട്ടിക്കുകയാണെങ്കിൽ, ഒരു ഫ്രാക്ഷൻ നമ്പർ കിട്ടിക്കുകയാണെങ്കിൽ അതെങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാമെന്നും, ഒരു ഡെസിമൽ നമ്പർ കിട്ടിക്കുകയാണെങ്കിൽ അതെങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാമെന്നും, അതേപോലെ തന്നെ ഒരു പെർസെൻറ്റേജ് കിട്ടിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഫ്രാക്ഷനിലേക്കോ ഡെസിമൽ നമ്പേഴ്സിലേക്കോ ആക്കാമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒരു റേഷ്യോ കിട്ടി അത് നമ്മളെങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും പെർസെൻറ്റേജിൽ എന്ത് ചെയ്യും, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ വരും. ഇപ്പം കഴിഞ്ഞ വർഷത്തെ പോപ്പുലേഷനേക്കാളും ഒരു 10% ആളുകൾ ഈ വർഷം കൂടിയിട്ടുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പോപ്പുലേഷനെക്കാളും ഒരു 10% ആളുകൾ ഇന്ന് കൂടിയിട്ടുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. അപ്പം അതൊക്കെ നമ്മളെങ്ങനെ കണ്ടെത്താം, അതെത്ര ആളുകളുണ്ടെന്നും അതെത്ര പെർസെൻറ്റേജ് ആണെന്നും അതൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നോക്കാം, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് റേഷ്യോകൾ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റേഷ്യോ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ നിങ്ങൾക്കറിയാം അല്ലേ. ആ ഫ്രാക്ഷനുകളെ എങ്ങനെ പെർസെൻറ്റേജിലേക്കാക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യം റേഷ്യോയെ എന്ത് ചെയ്യാം, നേരെ ഫ്രാക്ഷനിലേക്ക് ആക്കാം, എന്നിട്ട് ഈ ഫ്രാക്ഷനെ നേരെ പെർസെൻറ്റേജിലേക്ക് ആക്കാം. സിമ്പിളായി അല്ലേ. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സംടൈംസ് പാർട്സ് ആർ ഗിവൺ ടു അസ് ഇൻ ദ ഫോം ഓഫ് റേഷ്യോസ്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റേഷ്യോകളിലായിട്ടായിരിക്കും ഇങ്ങനത്തെ പാർട്സുകളൊക്കെ തരിക അല്ലേ. അപ്പം പാർട്സുകൾ കിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട്, ആൺകുട്ടികൾ ഇത്ര ഉണ്ട്, പെൺകുട്ടികൾ ഇത്ര ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്ര, പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്ര നമുക്ക് സിമ്പിളായി കണ്ടെത്താൻ കഴിയും. പക്ഷേ ചില സമയത്ത് അത് റേഷ്യോകളാക്കിയിട്ടായിരിക്കും തരിക. 2:3 എന്നുള്ളൊരു റേഷ്യോയിലാണ് ഒരു ക്ലാസ്സിൽ കുട്ടികളുള്ളതെന്ന് പറഞ്ഞു, ആൺകുട്ടികളും പെൺകുട്ടികളും. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര പെർസെൻറ്റേജിലാക്കി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. നോക്കാം. ആൻഡ് വി നീഡ് ടു കൺവേർട്ട് ദോസ് ടു പെർസെൻറ്റേജ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ചില സമയത്ത് നമുക്ക് വരും. അപ്പം നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് എക്സാമ്പിൾ. താഴെയുള്ള എക്സാമ്പിൾ നോക്കുക, എന്നിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലുള്ള എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഡ്ഡലിൻ്റെ കാര്യം അവിടെ വെക്കട്ടെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഒരു 4 ഗ്ലാസ്സിന് ഒരു 2 ടീസ്പൂൺ ഇടുക, അങ്ങനെ പറയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതെങ്ങനെ എഴുതുക, 4:2 അല്ലേ. എത്ര ടീസ്പൂൺ ഇടാന്ന് നിങ്ങൾക്കറിയില്ല, ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ 4 ഗ്ലാസ് അല്ലേ, അപ്പം 4 ഗ്ലാസ്സിന് 2 ടീസ്പൂൺ ടീ പൗഡർ ഇടണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 4:2 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും അത് എഴുതുക. ഓക്കെ. അതുപോലെ റീനയുടെ മദർ പറയാണ്, അതായത് ടു മേക്ക് ഇഡ്ലീസ്, റീനാസ് മദർ സെറ്റ്, റീനയുടെ അമ്മ പറഞ്ഞു ടു മേക്ക് ഇഡ്ലീസ്, ഇഡ്ലി ഉണ്ടാക്കണമെങ്കിൽ യു മസ്റ്റ് ടേക്ക് 2 പാർട്സ് റൈസ്, അതായത് 2 കപ്പ് ഓഫ് റൈസോ അല്ലെങ്കിൽ 2 അപ്പം 2 പാർട്ട് ഓഫ് റൈസ് എടുക്കുക, ആൻഡ് 1 പാർട്ട് ഉറാദ് ഡാൽ, ഒരു പാർട്ട് എന്ത് ചെയ്യുക, ഉറാദ് ഡാൽ എടുക്കുക. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ എടുക്കുക. അപ്പം 4 പാർട്ട് റൈസ് എടുത്താൽ എത്ര ഉറാദ് ഡാൽ എടുക്കണം, 2 ഉറാദ് ഡാൽ എടുക്കണം. അപ്പോൾ ആ റേഷ്യോയിൽ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് സച്ച് എ മിക്സ്ചർ വുഡ് ബി റൈസ് ആൻഡ് വാട്ട് പെർസെൻറ്റേജ് വുഡ് ബി ഉറാദ് ഡാൽ. അപ്പം എത്ര പെർസെൻറ്റേജാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, റൈസ് ഇടുന്നത്, എത്ര പെർസെൻറ്റേജാണ് ഇതിൽ ഉറാദ് ഡാൽ ഇടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. ചോദ്യം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ റേഷ്യോയിൽ നമുക്കൊരു കണക്ക് തന്നു, എന്നിട്ട് ഇതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ പറഞ്ഞു. നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി, ഇപ്പോൾ സിമ്പിളായിട്ട് കേട്ടോ. അപ്പം ഇൻ ടേംസ് ഓഫ് റേഷ്യോ വി വുഡ് റൈറ്റ് ദിസ് ആസ്, എങ്ങനെ എഴുതും, റൈസ് ഈസ് ടു ഉറാദ് ഡാൽ, അങ്ങനെയുള്ളത് 2:1 എന്നുള്ളതിലാണല്ലേ. 2 റൈസിന് 1 ഉറാദ് ഡാൽ എന്നുള്ള കണക്കിലാണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇപ്പോൾ 2:1 എന്നുള്ളത് ഇത് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 2ഉം 1ഉം കൂട്ടിയിട്ട് മൊത്തം 3 പാർട്ടാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ആദ്യം മൊത്തം എത്ര പാർട്ടാണെന്ന് എഴുതാം. നോ 2 + 1 = 3. മൊത്തം ഇവിടെ എന്തുണ്ട്, 3 പാർട്ട് ഉണ്ട് അല്ലേ. ഈസ് ദ ടോട്ടൽ ഓൾ പാർട്സ്. മൊത്തം ഇവിടെ 3 പാർട്ട് ഉണ്ട്. അപ്പോൾ അതിനെ റേഷ്യോ അത് നിങ്ങൾക്ക് ഫ്രാക്ഷൻക്കാക്കാൻ സിമ്പിളാണല്ലോ.
ഇതൊന്നുമില്ല, റേഷ്യോ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാമെന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം 2:1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫ്രാക്ഷനിലേക്ക് ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 2:1 എന്നുള്ളത് മൊത്തം എത്ര പാർട്ട് ഉണ്ട് നോക്കും, 2ഉം 1ഉം ഉണ്ട്. അപ്പോൾ മൊത്തം 3 പാർട്ടായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൈസ് എന്ത് ചെയ്യണം, 2/3. ഓക്കെ, മൊത്തം 3 പാർട്ടിൽ 2 പാർട്ട് എന്താണ്, റൈസാണ്. ഓക്കെ, ദിസ് മീൻസ് 2/3 പാർട്ട് ഈസ് റൈസ് ആൻഡ് 1/3 പാർട്ട് ഈസ് ഉറാദ് ദാൽ അല്ലേ. മൊത്തം 3 പാർട്ടിൽ ഒരു പാർട്ടാണല്ലോ ഉറാദ് ദാൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ 1/3 എന്താണ്, ഉറാദ് ദാൽ നമ്മൾ എന്ത് ചെയ്തു, ഫ്രാക്ഷനിലാക്കി എഴുതി. ഇനി ഈ ഫ്രാക്ഷനെ നേരെ എന്ത് ചെയ്താൽ മതി, പെർസെൻറ്റേജിലേക്ക് ആക്കിയാൽ മതി. ഒരു ഫ്രാക്ഷൻ നമ്പറിനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാമെന്ന് നമ്മൾ 2 പേജ് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ദെൻ പെർസെൻറ്റേജ് ഓഫ് റൈസ് വുഡ് ബി എങ്ങനെയായിരിക്കും, 2/3 × 100% ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2/3 × 100% ചെയ്യുമ്പോൾ 2 × 100 200 200/3 എന്നുള്ള നിലക്കാൻ കിട്ടും അല്ലേ. 200/3 ചെയ്ത് നോക്കും. എങ്ങനെ 200 ഹരിക്കണം 3 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 66 എന്ന് കിട്ടും അല്ലേ. 66 കിട്ടി. ബാക്കി എത്ര ഉണ്ടാവും, ബാക്കി 2 ബാക്കി ഉണ്ടാവും അല്ലേ. ശരിയല്ലേ. 6 12 18 അല്ലേ. അപ്പോൾ 150 കിട്ടി. പിന്നെയും 6 12 18 അപ്പം 198 എന്ന് കിട്ടി. ശിഷ്ടം 2 ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം, 200/3 എങ്ങനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം. 66 ആൻസർ കിട്ടിയത്. അപ്പോൾ അതിനെവിടെ എഴുതാം, അതിൽ ശിഷ്ടത്തിൽ കിട്ടിയത് 2, അത് മുകളിൽ എഴുതാം. ആ ഡിനോമിനേറ്റർ നേരെ അല്ലേ, 200/3 ഡിനോമിനേറ്റർ നേരെ 3, അത് നേരെ ഇവിടെ എടുത്ത് എഴുതാം. സിമ്പിൾ അറിയാമല്ലോ. ഒരു എന്ത് ചെയ്തു, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് മിശ്ര ഭിന്നം, അതിനെ നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം നമ്മൾ മുമ്പ് ഫ്രാക്ഷൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 200/3 നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, 66 2/3% ഇത് മാറ്റുമെന്ന് മനസ്സിലാവും. ഓക്കെ, 200/3 നമ്മൾ എന്ത് ചെയ്തു, 66 2/3 എന്നുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ മൊത്തം എന്ത് നമ്മുടെ റൈസിൻ്റെ പെർസെൻറ്റേജ് ഉള്ളത് എന്താണ്, 66 2/3% ആണ്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു റാഷ്യോ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർസെൻറ്റേജിലേക്കാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റൈസിൻ്റെ പെർസെൻറ്റേജ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്തിൻ്റെ പെർസെൻറ്റേജ് കൂടി നോക്കാൻ പോവുകയാണ്, നമ്മൾ ഉറാദ് ദാലിൻ്റെ പെർസെൻറ്റേജ് കൂടി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഉറാദ് ദാൽ എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞത്, ഫ്രാക്ഷനിലാക്കുമ്പോൾ 1/3. അപ്പോൾ ഈ 1/3 നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി, 1/3 × 100% ചെയ്താൽ മതി. അപ്പോൾ 1 × 100 ചെയ്യുമ്പോൾ 100, അപ്പോൾ 100/3 എന്ന് കിട്ടും അല്ലേ. 100/3 അത് നമ്മൾ എന്ത് ചെയ്തു, 100 ഹരിക്കണം 3 ചെയ്ത് നോക്കൂ. അപ്പം 100/3 എന്താണ്, ഒരു മിശ്ര ഭിന്നാണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 എത്ര 3 ഉണ്ട്, 33 അല്ലേ. 33 66 99 ശിഷ്ടം 1 ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ 33 ആദ്യം നമ്മളിവിടെ എടുത്ത് എഴുതാം. എന്നിട്ട് ആ ശിഷ്ടം 1 എന്നുള്ളത് നമ്മൾ നേരെ ന്യൂമറേറ്റർ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ 100/3 അവിടെയുള്ള ഡിനോമിനേറ്റർ നമ്മൾ നേരെ ഇവിടെ ഡിനോമിനേറ്റർ ആക്കി കൊടുക്കുക അല്ലേ. അപ്പോൾ 33 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ പെർസെൻറ്റേജ് എന്തിൻ്റെ, ഉറാദ് ദാലിൻ്റെ. അപ്പം 33 1/3% ആയിരിക്കും ഉറാദ് ദാൽ എന്ന് മനസ്സിലായി. സിമ്പിൾ അല്ലേ. അപ്പം 2:1 എന്നുള്ള ഒരു റാഷ്യോ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. പ്രൈസ് എത്ര ഉണ്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഉറാദ് ദാൽ എത്ര ഉണ്ടെന്നും പറഞ്ഞു. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് പല സ്ഥലത്തും ഉപകാരപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 3 ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കും, ഫറായിലിൻ്റെ മസലകൾ പഠിക്കും. അതായത് എങ്ങനെ നമ്മൾ അനന്തരാവകാശം എന്നെ കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നല്ല ഉപകാരപ്പെടും, നമ്മുടെ ഈ ഫ്രാക്ഷന് അതേപോലെ തന്നെ പെർസെൻറ്റേജുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എത്ര മനസ്സിലാക്കാം, അതായത് 250 രൂപയുണ്ട്, അത് 3 ആളുകൾക്കിടയിൽ വീതിക്കണം. അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് എന്ത് വരാം, അനന്തരാവകാശമൊക്കെ വീതിക്കാൻ വരിക അല്ലേ. ഓക്കെ, അപ്പം മൊത്തം 10,000 രൂപയുണ്ട്, മൊത്തം ലാസ്റ്റ് പിതാവ് ഉപേക്ഷിച്ച് പോയത്. അപ്പം അതിൽ 3 ആൾക്ക് വീതിക്കണം എന്ന് പറഞ്ഞു. അത് ഒരാൾക്ക് ഇത്രയാണ് കൊടുക്കേണ്ടത്, മറ്റാൾക്ക് ഇത്ര കൊടുക്കേണ്ടത്, മറ്റാൾക്ക് ഇത്ര പാട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും, ചിലപ്പോൾ ആണും ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു ഉമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതങ്ങ് 3 ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കൂട്ടെ. അതിൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ വിഷയം ഇവിടെ നോക്കാം. അപ്പം ഇഫ് 250 ഈസ് ടു ബി ഡിവൈഡഡ് എമംഗ്സ് രവി, രാജു, റോയ്. അപ്പോൾ രവി, രാജു, റോയ് ഇവർക്ക് 3 ആൾക്കും ഇടയിൽ എന്ത് ചെയ്യണം, 250 രൂപ എന്ത് ചെയ്യണം, വീതിക്കണം. സോ ദാറ്റ് രവി ഗെറ്റ്സ് 2 പാർട്സ്. ഇതിൽ 2 പാർട്ട് ആർക്ക് കിട്ടണം, നമ്മുടെ രവിക്ക് കിട്ടണം. അതേപോലെ തന്നെ രാജു 3 പാർട്സ്, രാജുവിന് 3 പാർട്ട് കിട്ടണം. അതേപോലെ തന്നെ റോയ്ക്ക് എന്ത് കിട്ടണം, 5 പാർട്സും കിട്ടണം. അപ്പോൾ മൊത്തം 5 3 8 8 2 10 പാർട്ടാക്കിയാൽ അതിൽ 2 പാർട്ട് രവിക്ക് കിട്ടണം, 3 പാർട്ട് രാജുവിന് കിട്ടണം, 5 പാർട്ട് റോയ്ക്ക് കിട്ടണം. ഇങ്ങനെയുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി വിൽ ഈച്ച് ഗെറ്റ്. അങ്ങനെ രവിക്ക് എത്ര കാശ് കിട്ടും, രാജുവിന് എത്ര കാശ് കിട്ടും, റോയ്ക്ക് എത്ര കാശ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഇറ്റ് ബി ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജിലാണെന്നും നമുക്ക് നോക്കണം. അപ്പം ഇതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെ ആയിരിക്കും, 2:3:5 എന്നായിരിക്കും അല്ലേ. അതായത് രവിക്ക് 2,
രാജുവിന് 3, നമ്മുടെ റോയ്ക്ക് 5. ഓക്കെ, അപ്പോൾ ദ പാർട്സ് വിച്ച് ദ 3 ബോയ്സ് ആർ ഗെറ്റിംഗ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് റേഷ്യോ. ആ റേഷ്യോയിൽ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോസ് ആസ് 2:3:5 എന്നുള്ള ആ റേഷ്യോ നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്തു? ടോട്ടൽ ഓഫ് ദി പാർട്സ് ഈസ് എന്തായിരിക്കും? മൊത്തത്തിൽ എത്ര പാർട്ട് ഉണ്ടാവും? 2:3:5 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര പാർട്ടുണ്ട്? 2 + 3 + 5 ആണ് അല്ലേ? മൊത്തം അപ്പം 10 പാർട്ടുണ്ട്. 2 + 3 + 5 = 10 പാർട്സ് ഉണ്ട്. അപ്പം മൊത്തം എത്ര പാർട്ടാന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് ഇത് ഓരോന്നും ഫ്രാക്ഷൻ കാക്കാൻ കഴിയും. ഫ്രാക്ഷൻ കാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജിലേക്കും സിമ്പിളാക്കി ആക്കാൻ കഴിയും. സിമ്പിളല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അത് നോക്കാം. എങ്ങനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫ്രാക്ഷൻ കാക്കാൻ കഴിയുന്നു സിമ്പിളായി നോക്കാം. അതായത് 10 പാർട്ടാണുള്ളത്. അപ്പം 10-ൽ രവിക്ക് എത്രയാണ്? 2 പാർട്ടാണുള്ളത്. അപ്പോൾ 2/3 ആയിരിക്കും രവിക്ക് കിട്ടുക. ഓക്കെ, അപ്പം അതെത്ര കാശിലായിരിക്കും എങ്ങനെ നോക്കും? അപ്പം എമൗണ്ട്സ് റിസീവ്ഡ് ബൈ ഈച്ച്, ഓരോരുത്തർക്കും എത്ര കാശ് കിട്ടി. അപ്പം 2/10 ആണ് രവിക്കുള്ള ഫ്രാക്ഷൻ എന്ന് കിട്ടി. 3/10 ആണ് രാജുവിനുള്ള ഫ്രാക്ഷൻ എന്ന് കിട്ടി. 5/10 ആണ് ആർക്കുള്ള ഫ്രാക്ഷൻ എന്ന് കിട്ടി. റോയ്ക്കുള്ള ഫ്രാക്ഷൻ എന്ന് കിട്ടി. ഇനി ഇത് ഓരോന്നും എത്ര കാശുണ്ടെന്ന് അറിയണമെങ്കിൽ സിമ്പിളായിട്ട് 250 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കാശ് കിട്ടിയെന്ന് അറിയില്ലേ? അപ്പോൾ 2/10 ഇൻറ്റു 250 എത്ര കിട്ടി? 250 ഇൻറ്റു 2 500. 500/10 എന്ന് പറയുമ്പം 50. ഓക്കെ, ഒരു 0 കളഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ രാജുവിന് എത്ര കിട്ടി? 3/10 ഇൻറ്റു 250. 250 ഇൻറ്റു 3 പറയുമ്പം 750. 750 ആയിരിക്കണം 10 പറയുമ്പം 75. സിമ്പിൾ. അതേപോലെ തന്നെ ഇനി നമുക്ക് റോയ്ക്ക് എത്ര കിട്ടി നോക്കാം. 5 ഇൻറ്റു 250. 250 ഇൻറ്റു 4 എത്ര? 1000 അല്ലേ? പിന്നെ 250 കൂടി കൂട്ടിക്കാണെങ്കിൽ 1250. ഓക്കെ, അപ്പോൾ 1250/10 പറയുമ്പോൾ ഒന്നുമില്ല, അവസാനത്തെ 0 കളഞ്ഞാൽ മതി. 125 കിട്ടും. അപ്പം ഒരാൾക്ക് 125, ഒരാൾക്ക് 75, ഒരാൾക്ക് 50. മൊത്തം കൂട്ടിയിട്ട് 250 ഉണ്ടോ നോക്കി നോക്കൂ. 125 + 75 200, 200 + 50 250 ഉണ്ടല്ലേ? അപ്പം ഓരോരുത്തർക്കും ഇത്ര കാശാണ് കിട്ടുക. ഇനി ഇത് എത്ര പെർസെൻറ്റേജിലാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ 2/10 എന്നുള്ളത് എത്ര പെർസെൻറ്റേജിലാണ്? 3/10 എന്നുള്ളത് എത്ര പെർസെൻറ്റേജാണ്? 5/10 എന്നുള്ളത് എത്ര പെർസെൻറ്റേജാണ് നമുക്ക് നോക്കാം. പെർസെൻറ്റേജസ് ഓഫ് മണി ഫോർ ഈച്ച്, ഓരോരുത്തർക്കുള്ള കിട്ടിയ കാശിൻ്റെ പെർസെൻറ്റേജ് എത്ര നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2/10 ഇൻറ്റു 100%, അതേപോലെ തന്നെ 3/10 ഇൻറ്റു 100%, 5/10 ഇൻറ്റു 100% ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2/10 ഇൻറ്റു 100% ചെയ്യുമ്പോൾ 100 ഇൻറ്റു 2 200, 200/10 എത്ര? 200 10 സിമ്പിളായിരിക്കാൻ കഴിയും അല്ലേ? അപ്പം 20% ആർക്ക് കിട്ടും? രവിക്ക് കിട്ടും. രാജുവിനോ? 3 ഇൻറ്റു 100 300, 300/10 30. ഓക്കെ, റോയ്ക്കോ? 5 ഇൻറ്റു 100 500, 500/10 50. ഓക്കെ, അപ്പം ഒരാൾക്ക് 20%, ഒരാൾക്ക് 30%, ഒരാൾക്ക് 50%. സിമ്പിളായി കണക്ക് ചെയ്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിന് വരുമ്പം ട്രൈ ദിസ് ചെയ്ത് വരണം കേട്ടോ, മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പെർസെൻറ്റേജ് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇപ്പം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ 5,50,000 ആളുകളാണെന്ന് വെക്കാം. 10 വർഷങ്ങൾക്ക് ശേഷം 6,05,000 ആയി എന്നും സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. ദർ ആർ ടൈംസ് വെൻ വി നീഡ് ടു നോ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എ സർട്ടൻ ക്വാണ്ടിറ്റി ആസ് പെർസെൻറ്റേജ്. അപ്പം ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ ഉപകാരം വരും അല്ലേ? അതായത് ചിലപ്പോൾ ചില ക്വാണ്ടിറ്റികളിലുള്ള ചേഞ്ച് അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ചിലപ്പോൾ കൂടുതലോ കുറവായിരിക്കും. അത് നമുക്ക് പെർസെൻറ്റേജിലേക്ക് കണ്ടെത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഫ്രം 5,80,000 ടു 6,05,000 കൂടി എന്ന് വെക്കാം. ദെൻ ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബെറ്റർ ഇഫ് വി സേ. അപ്പം ശരിക്കും നമ്മൾ എന്ത് ചെയ്തു? 5,50,000 6,05,000 കൂടി എന്നൊക്കെയാണെങ്കിൽ ചില ആളുകൾക്ക് പോയി കേൾക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നും മനസ്സിലാവില്ല. എന്താ ഇത്? അത് ചിലപ്പോൾ ഓൽക്കൊരു പ്രത്യേകിച്ച് ഐഡിയ കിട്ടില്ല, ഇതിപ്പോൾ ഏകദേശം എത്ര കൂടി എന്നുള്ളൊരു ഐഡിയ ഒന്നും കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഇഫ് ഈസ് നമ്മളത് പറയുകയാണ് ദ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ബൈ 10%. ഇപ്പം എന്ത് ചെയ്തു? 10 വർഷങ്ങളേക്കാളും 10% ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഐഡിയ കിട്ടില്ലേ? ഏകദേശം 10-1 ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പം പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ മാറ്റേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ഡു വി കൺവേർട്ട് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എ ക്വാണ്ടിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ഇനീഷ്യൽ എമൗണ്ട്. അപ്പം ഇനീഷ്യൽ എമൗണ്ട്, അതായത് ഇപ്പം തുടക്കത്തിൽ 5,50,000 ആളുകളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ കൂടി എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൺസിഡർ ദ ഫോളോവിങ് എക്സാമ്പിൾ. അപ്പോൾ താഴെ എക്സാമ്പിൾ ഉണ്ട്, ആ എക്സാമ്പിൾ നോക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഇതാണ്. എ സ്കൂൾ ടീം വോൺ 6 ഗെയിംസ് ഇൻ ദിസ് ഇയർ. ഈ വർഷം അവരെന്ത് ചെയ്തു? 6 കളിയിൽ ജയിച്ചു ഒരു സ്കൂൾ ടീം. അതേപോലെ തന്നെ അഗെയിൻസ്റ്റ് 4 ഗെയിംസ് വോൺ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവർ ജയിച്ചതോ 4 ഗെയിമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റ് ഇൻക്രീസ്? അപ്പോൾ ഈ വർഷം എത്ര പെർസെൻറ്റേജ് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു?
കഴിഞ്ഞ വർഷം 4 കളി ജയിച്ചു, ഈ വർഷം 6 കളി ജയിച്ചു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വർഷം അവർ എത്ര ഉഷാറായി, എത്ര പെർസെൻറ്റേജ് അവർക്ക് ഈ വർഷം പെർസെൻറ്റേജ് ഒന്നുകൂടി കൂടി, അവരുടെ വിജയ ശതമാനം ഒന്നുകൂടി കൂടി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് എത്ര ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു എന്നും മനസ്സിലാക്കുക. എന്നിട്ട് ആ ചേഞ്ച് വന്ന സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്റൊക്കെ ചെയ്താൽ കഴിഞ്ഞ വർഷം നിങ്ങളെ ബേസ് അല്ലേ, അതായത് കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്, എത്ര വിജയം ഉണ്ടായിരുന്നു എന്നുള്ളത് ബേസാക്കി വെക്കുക. എന്നിട്ടത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എന്നാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ്. അപ്പം എത്ര ഇൻക്രീസ് ആണ് അല്ലേ, ഈ വിജയത്തിൽ എത്ര ഇൻക്രീസ് ആണ് വന്നത്, അതായത് ഓർ എമൗണ്ട് ഓഫ് ചേഞ്ച്, എത്ര ചേഞ്ചാണ് വന്നത്, കഴിഞ്ഞ വർഷത്തേക്കാളും എത്ര ചേഞ്ചാണ് ഈ വർഷം വിജയം വന്നത്. അതായത് 6 - 4 ഇതാ മതി. ഈ വർഷം 6 വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം 4 വന്നിട്ടുള്ളൂ. അപ്പോൾ 6 - 4 ഈക്വൽ ടു 2 കൂടുതൽ അല്ലേ, കഴിഞ്ഞ വർഷത്തേക്കാളും 2 കളി കൂടുതൽ ജയിച്ചിട്ടുണ്ട് ഈ വർഷം. ഓക്കെ, ഇനി അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്താം. അപ്പം പെർസെൻറ്റേജ് ഇൻക്രീസ്, അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്തതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്താം. ഓക്കെ, അതെങ്ങനെ കണ്ടെത്താം, എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഓർ ബേസ് അല്ലേ. അപ്പോൾ എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഓഫ് ബേസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എമൗണ്ട് ഓഫ് ചേഞ്ച് എത്രയാണ്, 2 കളിയിലാണ് കൂടുതൽ ജയിച്ചത് അല്ലേ. ഒറിജിനൽ എമൗണ്ട് ഓർ ബേസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം, അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വന്നപ്പോൾ ഇത്ര ചേഞ്ച് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒറിജിനൽ എമൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വർഷത്തിൽ അപ്പം എത്ര കളിയിൽ അവർ ജയിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വർഷം എത്ര ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ എമൗണ്ട് ഓർ ബേസ് എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചേഞ്ച് വന്നിട്ട് മേലെ എഴുതുക, എന്നിട്ട് ആ വർഷം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആഡിയിലും എഴുതാം. അപ്പം 2/4 ഇൻറ്റു 100 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ് ഡിവൈഡ് ബൈ ഒറിജിനൽ നമ്പർ ഓഫ് വിൻസ് അങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുക, ഇൻറ്റു 100 കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വിൻസ് എന്നത് 2 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ നമ്പർ ഓഫ് വിൻസ് എന്താണ്, 4 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു 100ലേക്ക് മാറ്റിയാൽ അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പം 2 × 100 എന്ന് പറയുമ്പം 200 കിട്ടി. 200/4, 200 എത്ര 4 ഉണ്ട്, 50 അല്ലേ. 50 × 4 200 ആണ്. അപ്പം 50% അവർക്ക് എന്താണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും 50% അവർക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് അവരുടെ വിജയത്തിൽ അല്ലേ. ശരിയാണ് അല്ലേ. 4 അവർ കഴിഞ്ഞ വർഷം എടുത്തത്. അപ്പം 4 ആ 50% ആണ് 2 അല്ലേ. അപ്പം 50% കൂടുതലാണ് അവർക്ക് എന്ത് ചെയ്തത് ഈ വർഷം അവർ ജയിച്ചതെന്ന് അർത്ഥം. അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും 50% കൂടുതലായി. അതായത് 4 50% വരുമ്പോൾ 2 ആണ്. അപ്പോൾ 4-നേക്കാൾ 2 കൂടി, അതായത് 6 ഈ വർഷം അവർക്ക് വിജയ ശതമാനം കിട്ടിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ഇൻക്രീസിൻ്റെ എക്സാമ്പിളാണ്. ഇതേപോലെ ഡിക്രീസിൻ്റെ എക്സാമ്പിളും ഒന്നുമില്ല, നേരെ എന്ത് ചെയ്യുക, ഇൻക്രീസിലോട്ട് ഡിക്രീസ് ആക്കി കൊടുക്കാം. ബേസ് എമൗണ്ടും അതേപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, അത് എവിടെ നിന്ന് എവിടേക്കുള്ള ഡിക്രീസ് ആണെന്ന് നോക്കാം. എന്നിട്ട് ആ എവിടെ നിന്ന് എന്നുള്ളത് അടിയിൽ കൊടുക്കാം. നോക്കാം. ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഇൻ എ കൺട്രി. ഒരു വർഷത്തിൽ നിരക്ഷരരായ ആളുകൾ, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, ഒരു രാജ്യത്ത് നിരക്ഷരരായ ആളുകൾ എന്ന് പറയുന്നത് ഡിക്രീസഡ് ഫ്രം എന്ത് ചെയ്തു, 150 ലാഖിൽ നിന്ന് 100 ലാഖിലേക്ക് കുറഞ്ഞു വന്നു ഇൻ 10 years. 10 വർഷം കൊണ്ട് ഒരു നാട്ടിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട്ടിൽ എന്തായിരുന്നു, 150 ലക്ഷം ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ഉണ്ടായിരുന്നു. അതായത് നിരക്ഷരരായ ആളുകൾ 150 ലക്ഷം ആളുകളുണ്ടായിരുന്നു. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം അവിടെ 100 ലക്ഷം ആളുകൾ എന്തുള്ളൂ, ഇല്ലിറ്ററേറ്റ് ആളുകളുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 50 ലക്ഷം ആളുകൾ എന്ത് ചെയ്തു, കുറഞ്ഞു എന്നർത്ഥം. 50 ലക്ഷം ആളുകൾ എന്ത് ചെയ്തു, സാക്ഷരത നേടി, അവർ വിദ്യാസമ്പന്നരായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ്. അപ്പോൾ എത്ര ശതമാനം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പം എത്രയാണ് ഇവിടെ കുറഞ്ഞത് നിങ്ങൾക്കറിയാം അല്ലേ. എത്ര ഡിക്രീസാണ് വന്നത്, 50 ലക്ഷം ഡിക്രീസാണ് വന്നത്. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒറിജിനൽ എമൗണ്ട് എത്ര നോക്കാം. ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഇനീഷ്യലി, തുടക്കത്തിൽ എത്ര ആളുകളുണ്ടായിരുന്നു, 150 ലാഖ് അല്ലേ, 150 ലക്ഷം ആളുകളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ചേഞ്ച്, എത്ര ചേഞ്ചാണ് ഇവിടെ വന്നത്, 150 - 100 ചെയ്താൽ മതി അല്ലേ. അതായത് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ, അതായത് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എത്ര കുറഞ്ഞു, 150 നിന്നും 100 കുറച്ചാൽ മതി. 150 നിന്നും 100 കുറയ്ക്കുമ്പോൾ 50 ലാഖ് എന്ന് കിട്ടും. ഓക്കെ, ദെർഫോർ ദ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് എങ്ങനെ നോക്കാം, നേരത്തെ കൊടുത്ത അതേമാതിരി തന്നെ ചേഞ്ച് മേലെ കൊടുക്കാം, ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇനീഷ്യൽ എമൗണ്ട് അല്ലേ, ഇനീഷ്യൽ എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യാം, തുടക്കത്തിലും അടിയിലും കൊടുക്കാം. ഇവിടെ ഡിനോമിനേറ്ററും കൊടുക്കാം. അപ്പോൾ എമൗണ്ട് ഓഫ് ചേഞ്ച്, അതായത് 50 ലക്ഷം ആളുകളാണ് കുറഞ്ഞത്. അതേപോലെ തന്നെ ഒറിജിനൽ എമൗണ്ട്, തുടക്കത്തിൽ എത്ര ആളുകളുണ്ടായിരുന്നു, 150 ലക്ഷം എന്തുണ്ടായിരുന്നു, ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ 50/150 ഇൻറ്റു 100ലേക്ക് ചെയ്താൽ മതി. ഇനി 50/150 നിങ്ങൾ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്ത് വെക്കും. സിംപ്ലിഫൈ ചെയ്ത് കണ്ട് എന്ത് കിട്ടും, 50ലും 150ലും പോകുന്ന ഏറ്റവും വലിയ ഫ്രാക്ഷൻ, ഏറ്റവും വലിയ അത് 50ൻ്റെയും 150ൻ്റെയും HCF കാണാം അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഫ്രാക്ഷനെ
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോൾ 50/150 എന്ത് ചെയ്യും, 50ൽ 150 പോകുന്ന അത് രണ്ടിനും HCF അല്ലേ. 50ൽ 150 പോകുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് എന്താണ്, 50 തന്നെയാണ്. അപ്പോൾ 50 ഹരിക്കണം 150 ഹരിക്കണം 50 പറയുമ്പോൾ 3, അതേപോലെ തന്നെ 50 ഹരിക്കണം 50 പറയുമ്പോൾ 1, അങ്ങനെ 1/3 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് നമുക്കതിനെ എന്ത് ചെയ്യും, ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോൾ 1/3 × 100 എന്ന് ചെയ്ത് നോക്കിയാൽ അത് എത്ര പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്ര ഡിക്രീസാണ് വന്നത്, 1/3 × 100 നിങ്ങൾ നേരത്തെയും ചെയ്താണ് അല്ലേ. അത് 1 × 100 100 ഹരിക്കണം 3. അപ്പോൾ 100ൽ എത്ര 3 ഉണ്ടാവും, 33, 66, 99 അല്ലേ. 100ൽ 33 എന്തുണ്ട്, 33 3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം ശിഷ്ടം അവിടെ എന്തിട്ടുണ്ട്, 99 ആകുമ്പോൾ ശിഷ്ടം 1 വന്നിട്ടുണ്ട്. അപ്പോൾ ശിഷ്ടം നമ്മൾ എന്ത് ന്യൂമറേറ്ററായിട്ട് എഴുതും. ഇവിടെ എന്താണ് 100/3 അപ്പോൾ ആ 3 ഡിനോമിനേറ്റർ നമ്മൾ ഇവിടെ കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ ആൻസർ കിട്ടിയത് 33 അപ്പോൾ 33 1/3 എന്നുള്ള ഒരു പെർസെൻറ്റേജിലാണ് അവിടെ എന്ത് ചെയ്തത്, ഈ അവിടുത്തെ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ എന്ത് ചെയ്ത് കുറഞ്ഞത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് 180 ലക്ഷം ആളുകളുണ്ടായിരുന്നു. ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ട് നോക്കുമ്പോൾ 100 ലക്ഷം ആളുകളേ ഉള്ളൂ. 50% അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ നോക്കുമ്പോൾ 33 1/3 എന്നുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് വരുമ്പം ആ ട്രൈ ദിസ് എഴുതി വരും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത 2 ക്ലാസ് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കണം. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം അടുത്ത ക്ലാസ് ഉഷാറായിട്ട് പഠിച്ചു വരിക. ഗൂഗിൾ ഫോമിൻ്റെ കാര്യം മറക്കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.